മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത് മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഗു. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് സമയത്ത് തന്നെ ഈ സിനിമ കാണാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ആകർഷണ ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെയാണ് ഗു. എന്താണ് ഗു? വാട്ട് ഇസ് ഗു? ഗു എന്ന ഒരു ടേം കൊണ്ട് ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗുളികൻ തെയ്യത്തിനാണ്. ഗു എന്ന ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗുളികൻ തെയ്യത്തിന്. അതെ, ആ ഗുളികൻ തെയ്യത്തിന്റെ ബാക്ക് ഡ്രോപ്പിൽ ഒരു പഴയ വീട്ടിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് സൈജു കുറുപ്പും പിന്നെ ദേവനന്ദ എന്ന് പറഞ്ഞ കുട്ടിയാണ്. നമ്മുടെ മാളികപ്പുറം സിനിമയിലൊക്കെ ഉണ്ടായ ദേവനന്ദയും സൈജു കുറുപ്പും. അപ്പൊ ഈ സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം പറയുകയാണെങ്കിൽ സൈജു കുറുപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓൾ ടൈം ആങ്ഷൈറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി ഇതിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് വൈ ഹി ബിക്കേം ലൈക്ക് ദാറ്റ്. ആ ഒരു റീസൺ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ തിരിച്ച് ഈ വീട്ടിലോട്ട് എത്തിക്കുന്ന സമയത്ത് കൂടുതൽ എവിഡന്റ് ആയിട്ട് പുറത്തു വരുന്നത്, അതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ആ ട്രോമയും ആ കാര്യങ്ങളും എത്രത്തോളം ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ജീവിതത്തെ അദ്ദേഹത്തിനെ അഫക്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫിനോടും മകളിനോടും ഉള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്താണ്, ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നുണ്ട്. മൊത്തത്തിൽ അത് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള നിലക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ പ്രേക്ഷകൻ ഒരു 80% സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആകർഷണ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടൈറ്റിൽ ഉണ്ടായിരുന്ന ഗു, ആ ഗുളികൻ തെയ്യത്തിന്റെ ആ ഒരു എലമെന്റ് തന്നെയാണ് ഇതിലെ ഏറ്റവും നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ആ ഒരു ഏരിയ. പക്ഷെ ഇതിൽ ആ തെയ്യത്തിന്റെ ആ ഒരു എലമെന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തെയ്യത്തിന്റെ കുറച്ചുകൂടി കൂടുതൽ വശങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ വിട്ട പോലെ ഒരു ഫീലും ഉണ്ടായിരുന്നു. കാരണം അത് ഒരു തെക്കൻ കേരളത്തിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കലാരൂപമാണ്. അത് കലാരൂപമാണോ അത് വിശ്വാസമാണോ എന്ന് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു എന്താ പറയുക, ഒരു കൾമിനേഷൻ ഓഫ് ഡിഫറെന്റ് ആർട്ട് ഫോം ആയിട്ടാണ് കണക്കൂട്ടുന്നത് തെയ്യം. അപ്പൊ ഒരു സിനിമാറ്റിക് ഒരു ഏരിയയിലോട്ട് വരുന്ന സമയത്ത് ആ തെയ്യത്തിന്റെ ആ വിഷ്വൽ പരിപാടികൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ കഥ നടക്കുന്നത് ഒരു പഴയ വീട്ടിലാണ്. ആ പഴയ വീട്ടിൽ എന്താ പറയുക, ഒരു ഹോണ്ടഡ് അസൈലം എന്ന് പറയാമല്ലോ, ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ് അത്. ആ വീടിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരു ബാധയും കാര്യങ്ങളും, അത് ആ ഒരു ബാധ കാരണം ആ വീട്ടിലെ മെമ്പേഴ്സിന് അറ്റ് പ്രസന്റ് ആ വീട്ടിലുള്ള മെമ്പേഴ്സിന് സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷൻ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പിന്നെ അത് മാറ്റാൻ, അത് ആ ഒരു സംഭവം ഓവർകം ചെയ്യാൻ, ആ ഒരു ബാധയുടെ ഇൻഫ്ലുവൻസ് ഓവർകം ചെയ്യാൻ നമ്മുടെ നായകനും കൂട്ടരും എന്തെല്ലാം ചെയ്യുന്നു, അതെങ്ങനെ സക്സസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നൊക്കെയാണ് സിനിമയിൽ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ഇത് എനിക്ക് തോന്നിയ മറ്റൊരു ഘടകം എന്താ വെച്ചാൽ, ഈ സിനിമ ഒരുപാട് ഹൊറർ മൂവീസും ഇങ്ങനത്തെ മിസ്റ്ററി എലമെന്റ്സ് ഉള്ള ഫിലിംസ് ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം ഇതിൽ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്ലീഷേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജംസ്കെയർ ആയാലും, പിന്നെ ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന സീനുകളായാലും, ശബ്ദം വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയാലും കാണിക്കുന്നുണ്ട്. അതൊരു കുട്ടികളുടെ ഇടയിലോട്ട് വരുമ്പോൾ ഈ സിനിമ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് അവർക്ക് നൽകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം മുതിർന്ന ആൾക്കാർ ഒരുപാട് ഇതുപോലത്തെ ഈ കൈൻഡ് ഓഫ് മൂവീസ് കണ്ട് വളർന്നവരായതുകൊണ്ട് തന്നെ അവരെക്കാട്ടും കുറച്ചുകൂടി ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതില് പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ദേവനന്ദ, അദ്ദേഹത്തിന് കിട്ടിയ പാട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു പയ്യനുണ്ട്, അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ അവരുടെ ഈ കുട്ടിയുടെ, ഈ ദേവനന്ദയുടെ കസിനായി വരുന്ന വേറൊരു പയ്യനുണ്ട്, അപ്പു എന്ന് പറഞ്ഞ പയ്യൻ. ആ പയ്യൻ ഒരു ചെറിയ പയ്യനാണ്. ആ പയ്യൻ അദ്ദേഹത്തിന്റെ ആ ഒരു വീട്ടിൽ അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു നറേഷനിലൂടെ, ആ ഒരു ഡയലോഗ് ഡെലിവറിയിലൂടെ അദ്ദേഹം വളരെ വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടപ്പോൾ തോന്നി. ആ പയ്യൻ എന്തായാലും വരും സിനിമകളിലൊക്കെ, അതായത് ഇനി മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ നല്ല നല്ല റോളുകളും കാര്യങ്ങളും ചെയ്യാൻ
ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു ആക്ടർ ആണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈജു കുറുപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പാരന്റിന്റെ ഒരു നേച്ചറാണ് സിനിമയിൽ ഉടനീളം ഭൂരിഭാഗം സമയത്തും കാണിക്കുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയോട് നറേറ്റ് ചെയ്യുന്ന സീനിൽ ശരിക്കും നമ്മൾ ഇമോഷണൽ ആയിപ്പോകും. കാരണം ആ ഒരു സംഭവം നടന്ന പോലെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സീനിൽ സൈജു കുറുപ്പ് വളരെ നന്നായിട്ട് സ്കോർ ചെയ്ത പോലെ തോന്നി. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് നമ്മുടെ നിരഞ്ജൻ, മണിയമ്പിള്ള രാജുവിന്റെ മകൻ. അദ്ദേഹം ഇതുവരെ പെർഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ പോർട്രയലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കോമഡി ടൈമിങ്ങും കോമഡി സ്കിൽസ്, കോമഡി എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഇതിലെ ക്യാരക്ടർ വന്നിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അദ്ദേഹത്തിന്റെ കോമഡികൾ ചിരി വീഴുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് പാസിംഗ് ഷോട്ടിൽ അദ്ദേഹത്തിന്റെ കൗണ്ടറായിട്ട് വരുന്ന ഡയലോഗുകളും പിന്നെ അദ്ദേഹത്തിന്റെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ഭൂരിഭാഗം സമയത്ത് വർക്കാവുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോമഡിയിൽ ഒരു കോമഡി ഏരിയയിൽ ഒന്ന് കൈവെക്കാനുള്ള ഒരു സ്റ്റഫുള്ള നടൻ കൂടിയാണ് അദ്ദേഹം എന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ സർവ്വവ്യാപിയായിട്ടുള്ള ഒരു തെയ്യക്കോലമായിട്ടാണ് ഈ ഗുളികൻ തെയ്യത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മേ ബി അവർക്ക് അത് ഒരു നൈറ്റ് വിഷനിൽ, അതായത് രാത്രി സംഭവിക്കുന്ന രീതിയിൽ ഈ തെയ്യത്തിന്റെ ആർട്ട് രാത്രിയിൽ സംഭവിക്കുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത് എങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരു വിഷ്വലി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ ആ സിനിമയുടെ ആ ഒരു ഔട്ട്പുട്ട് വന്നേനെ എന്ന് എനിക്ക് തോന്നി. മേ ബി എനിക്ക് തോന്നുന്ന ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ. നൈറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഷൂട്ട് പോലെയല്ല, അതിന്റെ 2 times 3 times എക്സ്പെൻസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ക്ലീഷേസ് ഉണ്ടെങ്കിൽ കൂടി ചില സാഹചര്യങ്ങളിൽ ക്ലീഷെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി, ചില സീൻസ് കൂടി ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ആ സീന് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബാധയോ അല്ലെങ്കിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെന്ന് സംഭവിക്കുന്നത് ഒരു മനുഷ്യനോ ഒരു ലേഡിയോ മെയിൽ ഓർ ഫീമെയിൽ ക്യാരക്ടേഴ്സിനായിരിക്കും. പക്ഷെ ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു ജീവനില്ലാത്ത ഒരു സംഭവത്തിനോട് ആണ് ഈ ബാധയുമായിട്ട് ഒരു റിലേഷൻ പറയുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞ സ്പോയിലർ ആവും. അത് തിയേറ്ററിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. ആ തിയേറ്ററിൽ എനിക്ക് ആ ഒരു പോർഷൻ നന്നായിട്ട് വർക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു പ്രിഡേറ്റർ മൂവി ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ പ്രിഡേറ്ററുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷന് മുമ്പ് തന്നെ നമുക്ക് ആ എന്താ പറയാ ഒരു ഇൻഡ്യൂഷൻ കിട്ടില്ല, സംതിങ് ഈസ് അബൌട്ട് ടു ഹാപ്പൺ, എന്തോ സംഭവിക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ അങ്ങനത്തെ ആ സിനിമയിലൊക്കെ. ആ ഒരു സംഭവം ചില ഭാഗങ്ങളിൽ എനിക്ക് തോന്നി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബാധ കയറുന്ന ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. അത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആവില്ല. എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ സന്തോഷകരമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് രസിക്കാവുന്ന ഒരു പടമാണ് ഗു. പിന്നെ മറ്റൊരു ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട രംഗത്തിൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഗതി തിരിക്കുന്ന ഒരു പ്രധാന പ്ലോട്ട് പോയിന്റിൽ തിരക്കഥയുടെ എഴുത്ത് അല്ലെങ്കിൽ തിരക്കഥയുടെ ഒഴുക്ക് വളരെ വളരെ ലൈറ്റായി പോയതുപോലെ തോന്നി. കാരണം ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഗതി തന്നെ മാറ്റുന്ന ഒരു സീനിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും അത് എന്തുകൊണ്ട് അവർ അങ്ങനെ എഴുതി അല്ലെങ്കിൽ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തത് എന്ത്, ആ സിനിമയുടെ ആ സ്വഭാവം വെച്ച് അല്ലെങ്കിൽ ആ ക്യാരക്ടറുകളുടെ ചില സ്വഭാവം വെച്ച് ആ ഒരു പോയിന്റിൽ ആ ഒരു കഥാപാത്രം അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ. അപ്പൊ ആ ഒരു സിനിമാസ്വാദനം എന്ന നിലയിൽ നമുക്ക് അതൊരു കല്ലുകടിയായി പോകും. ഒരു സിനിമാറ്റിക് ലിബർട്ടി എടുത്ത ഒരു സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലർ ആയിരിക്കും. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആ പോയിന്റിൽ അവരത് വളരെ ലേസി ആയിട്ട് എഴുതിയ പോലെ ഒരു തോന്നലുണ്ടായി ആ സീൻ കണ്ടപ്പോൾ. ഒരു ബാധ ഒഴിപ്പിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അതൊരു മൊത്തത്തിൽ നമ്മളെ സിനിമ എൻജോയ് ചെയ്യുന്നതിലും പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവരും എന്തായാലും ഒന്ന് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. നല്ല ചിരിക്കാനുള്ള, ചില സ്ഥലത്ത് നന്നായിട്ട് പേടിക്കാനുള്ള ഒരു ഫാന്റസി ഹൊറർ കോമഡി മൂവിയാണ് ഗു.